നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. പോക്സോ കേസിൽ ഒളിവിലായിരുന്ന ജോത്സ്യൻ അറസ്റ്റിൽ. പുത്തൂർ വെണ്ടാർ അരീക്കൽ സ്വദേശി മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബുവാണ് അറസ്റ്റിലായത്. രാജൻ ബാബുവിന്റെ വീട്ടിലേക്ക് BJP മാർച്ച്. ഏരൂരിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമം. യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആർച്ചൽ ഓലിയരവ് സ്വദേശി ബിജുവാണ് അറസ്റ്റിലായത്. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി നൽകിയില്ല. സഹോദരങ്ങൾക്ക് ക്രൂരമർദ്ദനം. സംഭവത്തിൽ കൊട്ടിയം തഴുത്തല സ്വദേശി രഞ്ജിത്ത് അറസ്റ്റിൽ. നിയമസഭയിൽ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ലെന്ന് മന്ത്രി KV ഗണേഷ് കുമാർ. ശബരിമല അയ്യപ്പനെ വിറ്റ് UDF വോട്ട് പിടിക്കുകയാണെന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. പോക്സോ കേസിൽ ഒളിവിലായിരുന്ന ജോത്സ്യൻ അറസ്റ്റിൽ. പുത്തൂർ വെണ്ടാർ അരീക്കൽ സ്വദേശി മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബുവാണ് അറസ്റ്റിലായത്. ശാസ്താംകോട്ടയിലെ ലോഡ്ജിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് ജോത്സ്യനായ മുരാരി തന്ത്രി എന്ന് വിളിക്കുന്ന പുത്തൂർ വെണ്ടാർ സ്വദേശി രാജൻ ബാബുവിനെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് 16-കാരിയെ ബാധ ഒഴിപ്പിക്കാനെന്ന വ്യാജേന വീടിനുള്ളിൽ വെച്ച് ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. സംഭവത്തിൽ പുത്തൂർ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ശാസ്താംകോട്ട ഭരണിക്കാവിലെ ലോഡ്ജിൽ നിന്നുമാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. അന്വേഷണം ഊർജിതമാക്കിയതിനെ തുടർന്ന് ഭരണിക്കാവിലെ ലോഡ്ജിൽ ഇയാൾ ഒളിവിൽ കഴിയുന്നതായി പോലീസിന് രഹസ്യവിവരം ലഭിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് സംഘം ലോഡ്ജ് വളഞ്ഞാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സായാഹ്ന ധർണ നടത്തി. ദേശീയപാത 66ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന പില്ലർ എലിവേറ്റഡ് ഹൈവേ താലൂക്ക് ആശുപത്രിക്ക് മുന്നിലേക്ക് നീട്ടണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു ധർണ. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലാലാജി ജംഗ്ഷൻ മുതൽ കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ വരെ നിർമ്മിക്കുന്ന പില്ലർ എലിവേറ്റഡ് ഹൈവേയുടെ ദൈർഘ്യം താലൂക്ക് ആശുപത്രി വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് സായാഹ്ന ധർണ നടത്തിയത്. പില്ലർ എലിവേറ്റഡ് ഹൈവേ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു സായാഹ്ന ധർണ. CR മഹേഷ് MLA ധർണ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ നിരന്തരമായ പ്രക്ഷോഭം, പോരാട്ടം, പരാതികൾ, ചർച്ചകൾ, സെമിനാറുകൾ, അങ്ങനെയാണ് ഈ ഓപ്പൺ ഫ്ലൈ ഓവർ കോട്ട പോലെയുള്ള മതിലിൽ നിന്നും ഓപ്പൺ ഫ്ലൈ ഓവർ എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അറിയുന്നത് ഏറ്റവും വലിയ സങ്കടം മഹാദേവർ അമ്പലത്തിൻ്റെ അടുത്ത് വരെയാണ് എന്നുള്ളതാണ്. പിന്നീട് വീണ്ടും KC വേണുഗോപാൽ MP ആയി വന്നു. അദ്ദേഹവും ഇടപെട്ടു പല ഘട്ടങ്ങളിൽ. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വരെ എത്തി. ഇവിടെ വരെ എത്തിയപ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെ സംബന്ധിച്ച് താലൂക്ക് ആശുപത്രി ധർമാശുപത്രി എന്നാണ് അറിയപ്പെടുന്നത്. ജില്ലാ ആശുപത്രിയായി എന്നേ ഉയർത്തപ്പെടേണ്ടുന്ന ആശുപത്രിയാണ്. രാവിലെ 1200-1300 സാധാരണക്കാരാണ് ക്യൂ നിന്ന് വിവിധ ഡോക്ടർമാരെ കാണാൻ ഇവിടെ എത്തുന്നത്, ചികിത്സയ്ക്കായി വരുന്നത്. സാധാരണ താമസമെടുത്താലും സമയമെടുത്ത് ചികിത്സിക്കേണ്ടുന്ന അസുഖങ്ങൾക്ക് വരുന്നു. അല്ലാതെ വളരെ പെട്ടെന്ന് അപകട മരണങ്ങൾ, ചീറിപ്പായുന്ന ആംബുലൻസുകൾ, അങ്ങോട്ട് പോകുന്ന ആംബുലൻസുകൾ, ശരീരം കുഴഞ്ഞു വീണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന രോഗികൾ എന്ന് പറഞ്ഞാൽ ദേശീയപാതയുടെ സമീപം വണ്ടാനം മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ പിന്നെ ഒരു ആശുപത്രി എന്ന് പറയുന്നത് ഈ കരുനാഗപ്പള്ളി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയാണ്. നഗരസഭാ ചെയർമാൻ P. സോമരാജൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ KJ പ്രസേനൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ദീപാചന്ദ്രൻ, നജീബ് മണ്ണേൽ, നഗരസഭാ മുൻ ചെയർമാൻ M. അൻസാർ, KJ മേനോൻ, നിജാം ബഷി, PB സത്യദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഏരൂരിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമം. യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആർച്ചൽ ഓലിയരവ് സ്വദേശി ബിജുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. മുൻവൈരാഗ്യമാണ് കൊലപാതക ശ്രമത്തിനുള്ള കാരണമെന്ന് അക്രമത്തിൽ പരിക്കേറ്റ ഓലിയരവ് സ്വദേശി വിജയൻ പറഞ്ഞു. ഏരൂരിലാണ് മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നത്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം. ഏരൂർ 2 ഏക്കർ മുക്കിലുള്ള ബന്ധുവീട്ടിൽ പോയി തിരികെ മടങ്ങുകയായിരുന്ന ആർച്ചൽ ഓലിയരവ് സ്വദേശി വിജയനാണ് ആക്രമിക്കപ്പെട്ടത്.
നെട്ടയത്തുകോണത്ത് വെച്ച് എതിർദിശയിൽ പിക്കപ്പ് വാഹനം ഓടിച്ചു വരികയായിരുന്ന പ്രതി പിക്കപ്പ് വാഹനം വിജയൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടി ഇടിച്ച് തള്ളിയിട്ടു. തുടർന്ന് പിക്കപ്പിലുണ്ടായിരുന്ന ജാക്കി ലിവർ ഉപയോഗിച്ച് വിജയന്റെ തലക്കടിച്ച് മുറിവേൽപ്പിക്കുകയായിരുന്നു. വിജയന്റെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് ഇയാളെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. രണ്ടാമത് ഇവിടെ ഞാൻ കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം എന്ന് പറയാൻ എന്റെ പറമ്പിൽ അവരുടെ വീടിന്റെ അപ്പുറത്താണ് പോകേണ്ടത്. അവിടെ പോയി കുറച്ച് റബ്ബറിന്റെ ചിരട്ടയെ പറക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് കുരുമുളക് പൊഴിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. അതുമൊക്കെ പറക്കി സഞ്ചിക്ക് അതിൻ്റെ ഒരു വെള്ളവും ഒരു തോർത്തും പിന്നെ ഒരു അരുവയും എൻ്റെ സഞ്ചിയിലുണ്ട്. അന്നേരം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കിഴക്കൊരാൾ കുറച്ച് സാമ്പത്തികം എനിക്ക് വായ്പ മേടിച്ച് തരാനുണ്ടായിരുന്നു. അത് ഇറക്കി ആളിനെ ചേർന്ന് ചെന്നപ്പോൾ ആളവിടെ ഇല്ല. ഞാനുണ്ടെന്നാൽ കുറുക്കിന് തോട്ടം വഴി അറിയാൻ പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ഇയാൾ ഇവിടുന്ന് എനിക്കെതിരെ നെട്ടയത്ത് കോണത്തുനിന്ന് അങ്ങോട്ട് വരുന്നത്. ഞാൻ ഏരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് വരിക, 1000 ജംഗ്ഷനിൽ അങ്ങോട്ട് വരുമായിരുന്നു. അങ്ങനെ വണ്ടി കൊണ്ടുവന്ന് എന്നെ ഇടിക്കുക ചെയ്യുന്നത്. പിക്കപ്പ് കൊണ്ടുവന്ന് എൻ്റെ ബൈക്കിൽ ഇടിച്ച് ഞാൻ മറിഞ്ഞ് 2-3 കരണം മറിഞ്ഞ് വീണ് എന്നെ ചാടി ഇറങ്ങിയാൻ പറ്റി. 2-3 അടി ചാടി ഇടിച്ചപ്പോഴത്തേക്ക് 2-3 അടി എന്നെ അടിച്ച് ആദ്യത്തെ അടി വണ്ടി അടിച്ച് പൊട്ടിച്ച്, രണ്ടാമത് 2 അടിയോട് അടിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്താ തറഞ്ഞ്, മൂന്നാമത് ഞാൻ എനിക്ക് സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ വണ്ടി മറിഞ്ഞ് കിടക്കുവാണ്. ഈ അരുവ എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് എൻ്റെ തലയ്ക്ക് ജാക്കി ലിവർ വെച്ച് അടിക്കുന്നത്. ജാക്കി ലിവർ വെച്ചാണ് എന്നെ 4 അടി 2 അടി തടഞ്ഞ്, 1 അടി വണ്ടിക്കകത്ത്, പിന്നെ 1 അടി എൻ്റെ തലയ്ക്ക്. എൻ്റെ കയ്യിലിരുന്ന് ഈ അരുവ എടുക്കുന്ന സമയത്താണ് സംഭവം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്കൂടെ വണ്ടി അങ്ങ് ബ്ലോക്കായി. നല്ല കൊച്ചു വണ്ടികൾ വരുന്ന റോഡായതിൻ്റെ പേര് അപ്പോഴത്തെ ഇയാൾ ചാടി കയറി വണ്ടി എടുത്ത് ഒറ്റ പോകം പോയി. നേരെ ഏരു പോലീസ് ചെന്നിട്ട് ഇയാളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് പരാതിയായിട്ട് അവിടെ ചെന്നപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് മെസ്സേജ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത്. പറഞ്ഞ് ഇയാളെ അടിച്ച ആൾ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുവാണ്, ICU പറയുന്നത്. അതൊന്ന് അറിഞ്ഞിട്ട് പോയാൽ അവിടെ കയറി വണ്ടിയും പിടിച്ച് അവിടെ പോയി. 10ഓളം തുന്നലുകൾ ഇയാളുടെ തലയിലുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് കേസിലെ പ്രതിയായ ഏരൂർ ആർച്ചൽ ഓലിയരിവ് സ്നേഹവിലാസത്തിൽ 45കാരനായ ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻ വൈരാഗ്യമാണ് കൊലപാതക ശ്രമത്തിന് കാരണമെന്നാണ് വിജയൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ഞാൻ ഇന്ന് ഞായറാഴ്ചയൊക്കെയാണെന്ന് പറഞ്ഞാൽ കൊണ്ട് ഇവിടെ പിള്ളേരൊക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ട് മാംസമൊക്കെ മേടിച്ച് കപ്പയൊക്കെ മേടിച്ചോണ്ടിരാന്ന് പറഞ്ഞുകൊണ്ട് പോയി. കപ്പ മേടിച്ചുകൊണ്ട് ഞാൻ വാതൊക്കെ വന്നപ്പോഴാണ് അവർ വലിയൊരു കൊടുവാളുമായിട്ട് വാതൊക്കെ അയക്കുന്നത്. നിന്നെ ഞാൻ തീർത്തിട്ടേ പോവുള്ളൂ, അതിനെ ഞാൻ തീർക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വണ്ടി എൻ്റെ എന്നും വെക്കുന്നിടത്ത് അവൻ്റെ വാതക്കലല്ല, എൻ്റെ എന്നും വെക്കുന്നത് നിങ്ങൾ ഇപ്പം ഇറങ്ങി വന്നിടത്ത് വണ്ടി കൊണ്ട് വെച്ചിട്ട് എന്നപ്പോഴാണ് ഇയാൾ ഞാൻ റോഡിൽ ഇറങ്ങിയെന്ന് പിന്നെ ചീത്ത വിളിക്കുക. ഞാൻ പറയടാ, ചീത്ത വിളിക്കാതെ ഒരു കാര്യം എന്തെങ്കിലും പറയും, നിനക്ക് അടിക്കണോ, നീ ഇങ്ങോട്ട് വാ, ഇല്ല നീ എവിടെയാന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ കയറി പോയിരുന്നു. നിന്നെ ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞു. അയൽവാസികളായ ബിജുവും വിജയനും തമ്മിൽ നേരത്തെ അസഭ്യം പറയുകയും സംഘർഷവും ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ബിജു വിജയനെ വാഹനം കൊണ്ട് ഇടിച്ചതിനു ശേഷം തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ ബിജുവിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വൈദ്യുതി ഉപഭോക്താക്കൾക്കുള്ള ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കൺസ്യൂമർ ക്ലിനിക് സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചവറയിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കൺസ്യൂമർ ക്ലിനിക് സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. കൊല്ലം ജില്ലയിലെ വൈദ്യുത ഉപഭോക്താക്കൾക്ക് വൈദ്യുതി സംബന്ധമായ വിഷയങ്ങളിൽ ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിനായാണ് ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചത്. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നു ഏകദേശം 1.5 വർഷം മുമ്പ് ഒരു ചുഴലിക്കാറ്റ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ചവറ മേഖലയാണ്. ഒറ്റ സെഷനെ പോലും വിട്ടില്ല. ശക്തികുളങ്ങര, അതുപോലെ ചവറ, പന്മന, തേവലക്കര, ഈ എല്ലാ സെഷനെയും ബാധിച്ചുകൊണ്ട് പോയപ്പോൾ ഓരോ ജനങ്ങളും അവരുടെ 5 ദിവസം 6 ദിവസം വൈദ്യുതി മുടങ്ങി. ആ പ്രശ്നം അതൊന്ന് പൂർണ്ണമായിട്ട് റിസ്റ്റോർ ചെയ്യാൻ നമുക്ക് ഒരാഴ്ചയോളം എടുത്തു. അപ്പോൾ ഓരോ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരുന്നു. അപ്പോഴാണ് ഈ വൈദ്യുതിയുടെ ഡിപ്പെൻഡൻസി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തേവലക്കരയിൽ ഒരു വീട്ടിൽ ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം മിക്സിയിൽ അടിച്ചിട്ട് റൈസ് സ്റ്റോപ്പ് വഴിയാണ് ഫീഡ് ചെയ്യേണ്ടത്. ആ പ്രദേശത്തെങ്ങും കറണ്ടില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പം അതിനൊരു പകരം സംവിധാനം വേറൊരിടത്ത് പല വീടുകളിലും ഓക്സിജൻ കോൺസെൻട്രേറ്ററിലായിരുന്നു വീടുകൾ പാലിയേറ്റീവ് കെയറിൽ കിടക്കുന്നത്. ഇത് ഓക്സിജൻ കോൺസെൻട്രേറ്റർ വർക്ക് ചെയ്യാനുള്ള വൈദ്യുതിയില്ല. ഇങ്ങനെ പല വിഷയങ്ങളും വന്നു. ഇത് ഒറ്റയടിക്ക് പോയപ്പോഴത്തേക്കും ഇത് റെസ്റ്റോർ ചെയ്യാനുള്ള വസ്തു നമ്മൾ തൊട്ടടുത്ത ജില്ലകളിൽ കുട്ടനാട് നിന്ന് വരെ സ്റ്റാഫിനെ ഇറക്കിയിട്ടാണ് ദിവസം കൊണ്ട് സമയബന്ധമായിട്ടത് തീർക്കാൻ പറ്റിയത്. എങ്കിലും ഈ വൈദ്യുതിയുടെ ഒരു ഡിപ്പെൻഡൻസിയുടെ ആഴം ഞാൻ പറയുകയായിരുന്നു. ഇത്രത്തോളം അങ്ങനെ ഒരു വിഷയം വന്നപ്പോഴാണിത് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ അതിനുവേണ്ടി അഹോരാത്രം പണിപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ, പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കി തേവലക്കരയിലായിരുന്നു. അപ്പോൾ തേവലക്കരയിലൊക്കെ ശരിക്കും അന്നത്തെ ശരിക്കും ഉറങ്ങാൻ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ആ ഓഫീസിൽ നിന്ന് മാറി നിൽക്കുന്നുള്ളൂ. അടുത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അങ്ങനെ അത്രത്തോളം സേവന പ്രവർത്തനങ്ങൾ അതുമായി ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ആ 5, 6, 7 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും രജിസ്റ്റർ ചെയ്യാൻ പറ്റിയത്.
ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സിന്ധുരാജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹി ദീപാവിസ് വിശദീകരണം നടത്തി. മെച്ചപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതീവ അതിന്റെ നിലവാരം വളരെയധികം ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അങ്ങനെ കരുതുമ്പോൾ തന്നെ നമ്മുടെ സേവനം എത്രത്തോളം മെച്ചപ്പെട്ടതാകണം എന്നുള്ളത് കൂടെ നമ്മളൊന്ന് വിലയിരുത്തി പോകണം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സേവനങ്ങളെ കുറിച്ച് നമ്മുടെ പൊതുജനങ്ങൾക്കുള്ള എന്തെങ്കിലും ധാരണകൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ കൺസ്യൂമർ ക്ലിനിക് സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലയിലും ഇത്തരം പരിപാടികൾ നടത്തുന്നുണ്ട്. ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി രാജേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ചവറ സെക്ഷൻ ഓഫീസിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് ബജറ്റിൽ തുക അനുവദിപ്പിച്ച MLA അരുൺ സി ആദരിച്ചു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി ഡിവിഷൻ സെക്രട്ടറി സന്തോഷ് വി, കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജഗദീഷ് ജയ്, അനിൽ പ്രസാദ് S, അൻവർ സാദത്ത്, കൃഷ്ണചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. സഹോദരങ്ങളെ ക്രൂരമായി മർദ്ദിച്ച യുവാവ് പിടിയിൽ. കൊട്ടിയം തഴുത്തല സ്വദേശി രഞ്ജിത്താണ് അറസ്റ്റിലായത്. പുതുച്ചിറ സ്വദേശികളായ സഹോദരങ്ങളെയാണ് ഇയാൾ മർദ്ദിച്ചത്. ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ ക്രൂരമായി മർദ്ദിച്ച കേസിലാണ് യുവാവിനെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 7-നായിരുന്നു സംഭവം. തന്റെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി നൽകിയില്ല എന്ന വൈരാഗ്യത്തിലാണ് സഹോദരങ്ങളെ മർദ്ദിച്ചത്. തഴുത്തല പുതുച്ചിറ കുന്നുംപുറത്ത് വീട്ടിൽ വട്ടോളി എന്ന് വിളിക്കുന്ന 34-കാരനായ രഞ്ജിത്തിനെയാണ് പോലീസ് പിടികൂടിയത്. പുതുച്ചിറ സ്വദേശികളായ അഖിൽ, അക്ഷയ് സഹോദരങ്ങളെയാണ് ഇയാൾ ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മറ്റൊരാളെ കൊണ്ട് രഞ്ജിത്ത് വീഡിയോ ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് ഇയാളെ പിടികൂടിയത്. പുതുച്ചിറയിൽ നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. രഞ്ജിത്ത് നേരത്തെ കാപ്പ കേസിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളയാളാണ്. SHO പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം SI നിതിൻ നളന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓടകൾ നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്നു. അഞ്ചൽ ഏരൂർ കാഞ്ഞുവയലിലാണ് സംഭവം. ഇതേ തുടർന്ന് ഓടകളിലേക്കുള്ള പൈപ്പുകൾ നീക്കം ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശം നൽകി. വേറൊന്നും വേണ്ട, മേളിൽ പൈപ്പിന്നിട്ട് മഴവെള്ളം പോകുന്നത് താഴത്തെ അടച്ചിടാം. ഈ പൈപ്പ് അടയ്ക്കരുത്. ഈ പൈപ്പ് മഴവെള്ളം പോകുന്ന പൈപ്പാണ്. അഞ്ചൽ ഏരൂർ കാഞ്ഞുവയലിലാണ് ഓടകൾ നിറഞ്ഞു കവിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നത്. മഴക്കാലത്ത് മലിനജലം വീടുകളിലേക്കും കടകളിലേക്കും ഒഴുകിയെത്തുന്നത് പതിവായതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തിയത്. ഇതേ തുടർന്ന് കാഞ്ഞുവയൽ മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ പഞ്ചായത്തിന് പരാതി നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആതിര പ്രവീണിന്റെ ഇടപെടലിലാണ് KSTP അധികൃതർ നിലവിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ പള്ളി കമ്മിറ്റിയും നാട്ടുകാരും കൂടെ ചേർന്നൊരു പരാതി തന്നിരുന്നു നമ്മുടെ ഈ കാഞ്ഞുവയൽ ഓടയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ കയറി ഉടൻ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അഞ്ചൽ AE വിളിച്ചപ്പം PWD AE വിളിച്ചപ്പോൾ പറഞ്ഞ് അതിവിടെ അല്ല, റോഡ് മെയിൻ്റെനൻസുമാണ്. അങ്ങനെ ഞാൻ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഇന്ന് അതിൻ്റെ പണി ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സ്ലാബ് തുറന്നപ്പം ഹോട്ടലിലെയും 2-3 വീടുകളിലെയും പൈപ്പുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പം അടിയന്തരമായിട്ട് അവർക്ക് പഞ്ചായത്തിന് താക്കീത് കൊടുത്തിട്ടുണ്ട്. നാളെ ഒരു ദിവസം സമയം കൊടുത്തിട്ട് അത് അടച്ചിട്ട് മാത്രമേ നമ്മൾ ഓട സ്ലാബ് ഇടത്തുള്ളൂ. അപ്പം ഇതൊരു താക്കീതായിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് പഞ്ചായത്ത് സമിതിയിൽ നിന്ന്. ഇനി അവർ ആവർത്തിക്കത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് നമ്മുടെ കാഞ്ഞുവയൽ പ്രദേശക്കാരുടെ എല്ലാം കൂടെ ഒരു പ്രശ്നമായിരുന്നു. ശാശ്വത പരിഹാരം അതിന് കാണാൻ സാധിച്ചു. ഓടയുടെ സ്ലാബുകൾ നീക്കം ചെയ്തപ്പോഴാണ് സമീപത്തെ ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ നിന്നും നേരിട്ട് മലിനജലം ഓടയിലേക്ക് ഒഴുക്കുന്നത് കണ്ടത്. ഓടയിലേക്ക് അനധികൃതമായി പലരും പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ദിവസങ്ങളോളം കെട്ടിക്കിടക്കുന്ന ഹോട്ടൽ ശുചിമുറി മാലിന്യങ്ങളാണ് ദുർഗന്ധത്തിന് കാരണമാകുന്നത്. ഇത്തരത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് പ്രദേശത്തെ ജലസ്രോതസ്സുകളെ പോലും മലിനമാക്കുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കാഞ്ഞുവയൽ പത്തടി പ്രദേശത്ത് കാഞ്ഞുവയൽ PWD ഓടയിലെ ദുർഗന്ധം കാരണം ഏരൂർ മുസ്ലിം ജമാഅത്ത് PWDക്കും പഞ്ചായത്തിനും കൊടുത്ത പരാതി, ആ പരാതി നാളിതുവരെയായിട്ട് ശ്രദ്ധയിൽ പെട്ടില്ലയോ ഇന്നേ ദിവസം PWD പഞ്ചായത്ത് ഇവിടെ എത്തുകയും
അവർ ഓടയുടെ സ്ലാബുകൾ മാറ്റിയപ്പോൾ ദുർഗന്ധം വമിക്കുന്ന രീതിയിലുള്ള അസഹനീയമായ ദുർഗന്ധവും ഓടയെ നോക്കിയപ്പോൾ മാലിന്യം, ടോയ്ലറ്റ് മാലിന്യം ഉൾപ്പെടെയുള്ളവ ഈ ഓടയിൽ വരികയും അത് PWD പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരെ നീക്കം ചെയ്യുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട പഞ്ചായത്തും PWDയും വീടുകളിൽ നിന്നും ഹോട്ടലിൽ നിന്നും ഒക്കെ ഉള്ള വേസ്റ്റ് പൈപ്പ് ഈ ഓടയിലേക്ക് വന്നിട്ടുണ്ട്. അതും ഭാവിയിൽ അതുണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ ചെലുത്തണമെന്ന് ഓടകളിലേക്ക് മലിനജലം ഒഴുക്കാൻ അനുവദിക്കില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി. സ്വകാര്യ വ്യക്തികൾ ഓടയിലേക്ക് ഇറക്കി സ്ഥാപിച്ചിട്ടുള്ള പൈപ്പുകൾ അടിയന്തരമായി നീക്കം ചെയ്യണം. അല്ലാത്തപക്ഷം കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നിയമസഭയിൽ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. LDF പത്തനാപുരം നിയോജക മണ്ഡലം വികസന മുന്നേറ്റ ജാഥയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല അയ്യപ്പനെ വിറ്റ് UDF വോട്ട് പിടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ശബരിമല അയ്യപ്പനെ വിറ്റ് UDF വോട്ട് പിടിക്കുകയാണ്. പാട്ടെഴുതി ദുർവിനിയോഗം ചെയ്യുന്നു. മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ MLA-മാരും ആളാകുന്നു. നിയമസഭയിൽ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പ്രതിപക്ഷമില്ലെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. മന്ത്രി KB ഗണേഷ് കുമാർ നയിക്കുന്ന LDF പത്തനാപുരം നിയോജകമണ്ഡലം വികസന മുന്നേറ്റ ജാഥയിൽ പത്തനാപുരത്ത് നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. വിവിധ മേഖലകളിലൂടെ കടന്നു വന്ന ഈ വികസന മുന്നേറ്റ ജാഥ ഈ മാസം 9-ാം തീയതി കേരളത്തിന്റെ തെക്കൻ ജാഥ ശ്രീ സഖാവ് ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ 9-ാം തീയതി രാവിലെ ഇവിടെ എത്തുന്നതിന്റെ മുന്നോടിയായി നമ്മുടെ നാടിന്റെ വികസന കാര്യങ്ങളും ഈ സംസ്ഥാനത്തിൽ പൊതുവായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അവരുടെ അഭിപ്രായങ്ങൾ ആരായുന്നതിനും അവരുമായി സംവാദിക്കുന്നതിനും വേണ്ടിയാണ് ഈ ജാഥ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനും അത് പരിഹരിക്കാനും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇടതുമുന്നണി സർക്കാർ. ഇവിടെ UDF-നെ സംബന്ധിച്ച് അവരെ വർഗീയത പ്രചരിപ്പിക്കുകയാണ്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനമായി കണ്ട് മാറ്റി നിർത്തിയാൽ കോൺഗ്രസും UDF-ഉം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജാതിയുടെ പ്രചരണമാണ്. ജാതി സ്വാമി അയ്യപ്പനെ, ശബരിമലയിലിരിക്കുന്ന സന്നിധാനത്തിലിരിക്കുന്ന അയ്യപ്പ ഭഗവാനെ വിറ്റ് വോട്ട് പിടിക്കുന്ന കാഴ്ചയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണത്. ശബരിമല അയ്യപ്പനെ ശരണം വിളിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ ശബരിമലയ്ക്ക് പോകുന്ന അതേ ഈണത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ പുറകിൽ അയ്യപ്പ എന്ന് ചേർത്ത് പാടി അയ്യപ്പനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് UDF സ്വീകരിച്ചത്. സത്യത്തിൽ ഒരു മതനിന്ദ, ഒരു ദൈവനിന്ദയാണ് UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് നിരന്തരമായി പാട്ട് പാടാം. അത് പറയാൻ തരുന്ന സാധാരണക്കാരായ ഭക്തജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ചെങ്ങമനാട് നിന്നും ആരംഭിച്ച സ്വീകരണം വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി പത്തനാപുരത്ത് സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ LDF നേതാക്കൾ പ്രസംഗിച്ചു. നിങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന അറിവ് തെറ്റാണോ ശരിയാണോ എന്ന് ചിന്തിക്കുക. ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. സതീശൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് എന്തായിരുന്നാലും എവർക്ക് നടപ്പാക്കാൻ പറ്റില്ല, നടപ്പാക്കുന്നത് ഞങ്ങളാണ്. അതായത് അവർ തീരുമാനിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം വന്നപ്പോൾ 2016 വന്നപ്പോൾ അന്നത്തെ UDF ഗവൺമെന്റ് കൊടുത്ത എല്ലാ ബാധ്യതയും ഏറ്റെടുത്താണ്, അതെല്ലാം തീർത്താണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോവിഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ജനങ്ങളുടെ സഹായത്തോടെ അവരുമായി ചേർന്ന് നിന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തി പരിഹരിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിനെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനം നടത്തിയത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കടയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. UDF കുണ്ടറ നിയോജകമണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം പ്രകടനം ഉദ്ഘാടനം ചെയ്തു.
ഇന്ന് എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സായാഹ്ന പ്രതിഷേധ സായാഹ്ന ധർണ നടക്കുകയാണ്. ഇതിന് ആസ്പദമായ കാര്യങ്ങൾ ഇതിന്റെ അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള സംസ്ഥാനമല്ല കേരളം എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ള ആ കേന്ദ്ര ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. കേരളത്തിന് യാതൊരു ആനുകൂല്യമില്ലാതെ കേരളത്തെ തീർത്തും അവഗണിച്ചുകൊണ്ട്, അതായത് കളിയാക്കുന്ന രൂപത്തിൽ ഇവിടെ എയിംസിന്റെ കാര്യം പറഞ്ഞു, അതിവേഗ പാത വരും, വ്യവസായ പാർക്കുകൾ വരും, ഒരുപാട് നേരത്തെ തന്നെ കേന്ദ്രമന്ത്രിമാരെല്ലാം ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഒക്കെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി. പക്ഷേ നമ്മളെല്ലാം വളരെ സ്വപ്നം കണ്ടിരുന്നു, കേന്ദ്ര ബഡ്ജറ്റ് വരും, ഇവിടെ എയിംസ് ഉണ്ടാവും, ഇവിടെ അതിവേഗ പാതയുണ്ടാവും, ഇവിടെ വ്യവസായ പാർക്കുകൾ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിലുണ്ടാവും. പക്ഷേ ഒന്നും തന്നെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കേരളത്തെ പരിഹസിക്കുന്ന രൂപത്തിൽ കേരളത്തെ ആമ വളർത്തൽ കേന്ദ്രത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒറ്റ പ്രഖ്യാപനത്തിലൂടെ കേരളത്തിലെ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് കേന്ദ്ര ധനമന്ത്രി നടത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജു ഡി പണിക്കർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ വിട്ടുതുളച്ച് ഭരണം നടത്തുന്ന നരേന്ദ്രമോദി വികസന പ്രവർത്തനങ്ങളെല്ലാം BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നു. BJP ഇതര സ്റ്റേറ്റുകളിലേക്ക് ഫണ്ടുകൾ വെട്ടിക്കൊണ്ടു. ഇന്ന് രാജ്യവ്യാപകമായി കേന്ദ്ര ഗവൺമെന്റിനെതിരെ വൈകുന്നേരം പ്രധാന കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും ഇവിടെ പ്രതിഷേധ പ്രകടനം നടത്തിയത്. കേന്ദ്രത്തിൽ ഈ ഗവൺമെന്റ് ഇവിടെ ആമയെ വളർത്തിക്കോളാം, കേരളത്തിലുള്ളവരെല്ലാം ആമയെ വളർത്തി ജീവിച്ചോളാൻ എന്നുള്ള പ്രഖ്യാപനമാണ് കേന്ദ്ര ബഡ്ജറ്റിലുണ്ടായത്. നമ്മൾ മനസ്സിലാക്കണം, ഈ രാജ്യത്ത് ഈ രീതിയിൽ പടുത്തുയർത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളാണ്. ആ ഗവൺമെന്റുകൾ പടുത്തുയർത്തിയ സ്ഥാപനങ്ങളെല്ലാം വിട്ടുതുളയ്ക്കുന്ന പ്രവൃത്തിയാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെ ബാബുരാജൻ, സാം വർഗീസ്, ജി വിനോദ് കുമാർ, വത്സല സതീശൻ, AK പ്രസന്നകുമാർ, ജോൺ ഡാനിയൽ, M ജയശങ്കർ, പെരുമ്പുഴ ഗോപൻ, പെരിനാട് മുരളി, കുണ്ടറ സുബ്രഹ്മണ്യം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പോക്സോ കേസ് പ്രതി മുരാരി തന്ത്രിയുടെ വീട്ടിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. BJP നെടുവത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പുത്തൂർ വേണ്ടാർ സ്വദേശി മുരാരി തന്ത്രി എന്ന രാജൻ ബാബുവിന്റെ വീട്ടിലേക്കാണ് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയത്. BJP നെടുവത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. വീടിന് സമീപം ബാരിക്കേഡുകൾ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് BJP പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി കൊടി നാട്ടി. മുരാരി തന്ത്രിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ചില രാഷ്ട്രീയ നേതാക്കൾ ഇയാളെ സംരക്ഷിക്കുന്നെന്നും BJP ആരോപിച്ചു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരു കുപ്രസിദ്ധമായ ഒരു ജ്യോതിഷാലയം, നാട്ടുകാരൊക്കെ ഒരുപാട് പരാതി പറയുന്ന ഒരു ജ്യോതിഷാലയമാണ് ഈ മുരാരിയുടെ ജ്യോതിഷാലയം നമ്മുടെ മനക്കരക്കാവിലുള്ളത്. ഈ ഒരു 5:30-6 മണി സമയത്താണ് ഈ സംഭവം. ഒരു അമ്മയും മകളും കൂടെ അവിടെ ജ്യോതിഷം നോക്കാനും അതുപോലെ തന്നെ കുട്ടിയുടെ ദേഹത്ത് എന്തോ ബാധയുണ്ട് എന്ന് പറഞ്ഞ് അത് നോക്കാൻ വേണ്ടി വന്ന അവരെയാണ് ഒരു പൂജയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അകത്തേക്ക് വിളിച്ച് ഇദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും ഈ പീഡനം സംഭവവുമായി ബന്ധപ്പെട്ട വിഷയം അറിയുന്നു. ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി അവിടെ നടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇത് ഔചാരികമായി പെൺകുട്ടി ബഹളം ഉണ്ടാക്കി കരഞ്ഞ് നിലവിളിച്ച് ശരീരമാകെ ബ്ലഡ് അയലോക്കത്തെ വീട്ടിൽ ഓടിക്കേറിയതുകൊണ്ട് മാത്രമാണ് ഇത് പുറംലോകം അറിഞ്ഞതും ആ വീട്ടുകാർ പോലീസിനെ അറിയിച്ചതുകൊണ്ടാണ് ഈ വിവരം അറിയുന്നത്. ഇത്തരം സംഭവങ്ങൾ നിരന്തരമായിട്ട് ഈ ഭാഗത്ത് ഇദ്ദേഹം വലിയൊരു ഫ്രോഡാണ്. പല വിഷയം ഇദ്ദേഹം പരമ്പരാഗത ജ്യോതിഷരോ കാര്യങ്ങളോ ഒന്നും അല്ല. ഈ മുരാരി എന്ന് പറയുന്ന ആൾ ഇവിടെ ഒരു ആട്ടോറിക്ഷ തൊഴിലാളിയായിട്ട് ജീവിച്ച ഒരാളാണ്. ഒരു സുപ്രഭാതത്തി അതുപോലെ തന്നെ ചാരായം വാറ്റ്, ഇങ്ങനെ വാറ്റും പ്രശ്നമായി കേസായി. അതുപോലെ തന്നെ അന്ന് തന്നെ ആട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്തും പല സ്ത്രീപീഡന കേസുണ്ടായി. നാട്ടുകാരെല്ലാം കൈവക്കി ഒരുപാട് അടിയൊക്കെ കൊണ്ട്
ഇദ്ദേഹം കുറേ നാൾ ഒളിവിലായിരുന്നു. അതിനുശേഷം ഏതോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അറബികളെയൊക്കെ പറ്റിച്ച് തിരിച്ചു വന്നിട്ട് ഇവിടെ ജ്യോതിഷനായിട്ട് ജ്യോതിഷൻ മാത്രമല്ല, ഇദ്ദേഹം വലിയ തന്ത്രിയാണെന്നാണ് പറയുന്നത്. വലിയ ബോർഡൊക്കെ വെച്ച് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ഒരുപാട്, അതുപോലെ തന്നെ വാസ്തുശാസ്ത്രവും അറിയാം, ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വാസ്തുവൊക്കെ ഇദ്ദേഹമാണ് നോക്കുന്നതെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ MLAയുടെ നേതൃത്വത്തിൽ സമരം. കുണ്ടറ മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് PC വിശ്വനാഥ് MLAയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചത്. ഉടൻ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. കുണ്ടറ നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട PC വിശ്വനാഥ് MLAയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. നിരന്തരം ജനപ്രതിനിധികൾ ബന്ധപ്പെട്ടിട്ടും വിവിധ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടും പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് MLAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന സമരത്തിനു ശേഷം വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണാമെന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. സാറ് കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാലും അവിടെ അത് ഇംപ്ലിമെന്റ് ചെയ്യണ്ടായിരുന്നു. വരുമ്പോ നാളെ ഇനി വേറൊരാൾ വന്ന് വിളിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അപ്പുറത്തോട്ട് വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ ചുമതല എക്സിക്യൂട്ടീവിനാണ്. അദ്ദേഹം തന്നെ അത് എൻഷുർ ചെയ്യാനായിട്ട് നമ്മൾ ഈ പറയുന്ന നമ്മൾ ഷട്ട്ഡൗൺ ദിവസം ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനം നേരത്തെ എടുത്തിട്ടുള്ളൂ. ഷട്ട്ഡൗണിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. അത് തൃക്കോവിൽവട്ടം, നെടുമ്പന, ഇളമ്പള്ളൂർ പഞ്ചായത്തുകളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനായി വാൽവ് അഡ്ജസ്റ്റ്മെന്റ് സമ്പ്രദായം നടപ്പാക്കുമെന്നും പേരയും കുണ്ടറ പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി അടിയന്തര യോഗം വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിളിച്ചു ചേർക്കാനും തീരുമാനമായി. കൊറ്റങ്കര, പെരിനാട് പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി കുഴൽക്കിണർ വഴി പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് സാങ്കേതികമായുള്ള തടസ്സങ്ങൾ പരിഹരിക്കുമെന്നും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉറപ്പ് നൽകി. ഞാങ്കടവ്, പെരിനാട് കുടിവെള്ള പദ്ധതികൾക്ക് സാങ്കേതികമായുള്ള തടസ്സങ്ങൾ ഉണ്ടായതിനാൽ കാലതാമസം ഉണ്ടാകുന്നത് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് PC വിശ്വനാഥ് MLAയും ആവശ്യപ്പെട്ടു. പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം ഒരു പരിധിവരെ ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്നും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പറഞ്ഞു. ഈ നടപടികൾ ജനപ്രതിനിധികളെ ബോധ്യപ്പെടുത്തുമെന്നും എഞ്ചിനീയർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഫൈസൽ കുളപ്പാടം, വത്സല സതീഷ്, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാം വർഗീസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബീന നാസിമുദ്ദീൻ ലബ്ബ, വിനോദ് കുമാർ, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗായത്രി ദേവി, സുൽഫിക്കർ സലാം, കുരീപ്പള്ളി സലീം, റാം മോഹൻ, മഹേശ്വരൻ പിള്ള, ജി വേണുഗോപാൽ, AL നിസാമുദ്ദീൻ, പ്രസന്നകുമാർ, ആസാദ്, യമുന, ജോൺ ഡാനിയൽ, രാജേശ്വരി, KRV സഹജൻ, രഘു പാണ്ഡോപുരം, രാജു ഡി പണിക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. പോക്സോ കേസിൽ ഒളിവിലായിരുന്ന ജോൾസ്യൻ അറസ്റ്റിൽ. പുത്തൂർ വെണ്ടാർ അരീക്കൽ സ്വദേശി മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബുവാണ് അറസ്റ്റിലായത്. രാജൻ ബാബുവിന്റെ വീട്ടിലേക്ക് BJP മാർച്ച്. ഏരൂരിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമം. യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആർച്ചൽ ഓലിയർവ് സ്വദേശി ബിജുവാണ് അറസ്റ്റിലായത്. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി നൽകിയില്ല. സഹോദരങ്ങൾക്ക് ക്രൂരമർദ്ദനം. സംഭവത്തിൽ കൊട്ടിയം തഴുത്തല സ്വദേശി രഞ്ജിത്ത് അറസ്റ്റിൽ. നിയമ
നിയമസഭയിൽ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ലെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ. ശബരിമല അയ്യപ്പനെ വിറ്റ് UDF വോട്ട് പിടിക്കുകയാണെന്നും മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.